സ്വർണ്ണക്കൊള്ളയിലെ ആരോപണങ്ങൾക്ക് പിന്നാലെ കഴക്കൂട്ടത്ത് കടകംപള്ളിക്ക് പകരക്കാരനെ തേടി CPIM. കഴക്കൂട്ടത്ത് കടകംപള്ളിക്ക് പകരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനാണ് പ്രഥമ പരിഗണന. ജില്ലാ കമ്മിറ്റി അംഗം SP ദീപക്, മുൻ MP P സമ്പത്ത് എന്നിവരും പരിഗണനയിലുണ്ട്. വട്ടിയൂർക്കാവിൽ മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയോ KS സുനിൽകുമാറിനെയോ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. JS അഖിൽ, SS ലാൽ, ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരെയാണ് UDF കഴക്കൂട്ടത്ത് പരിഗണിക്കുന്നത്. റഹീസ് റഷീദ് വിവരങ്ങളായി. റഹീസ്, ഇപ്പോൾ കടകംപള്ളിക്കിനി സീറ്റില്ല എന്ന കാര്യം ഉറപ്പിക്കുകയാണോ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT വിളിപ്പിച്ചടക്കമുള്ളത് ഇനിയും വിളിപ്പിച്ചേക്കാനുള്ള സാധ്യത അവിടെ നിൽക്കുമ്പോൾ ഇനി സീറ്റില്ല എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കുകയാണോ? അങ്ങനെയെങ്കിൽ VK പ്രശാന്തിന് പരിഗണന അല്ലേ? സ്മൃതി, SIT വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെതിരെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന വിലയിരുത്തലിലാണ് CPIMന്റെ നേതൃത്വങ്ങളുള്ളത്. അതേ തുടർന്നാണ് പകരക്കാരനെ തേടിയുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് ആരംഭിച്ചത്. ആദ്യ പരിഗണന വട്ടിയൂർക്കാവ് MLA ആയ VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നതിന് തന്നെയാണ്. അതല്ലെങ്കിൽ മറ്റ് പരിഗണന എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രന് പകരമായി പേട്ട വാർഡിൽ നിന്ന് കൗൺസിലറായ കോർപ്പറേഷനിലെ CPIMന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായ SP ദീപകിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുന്നു. SP ദീപക് അല്ലെങ്കിൽ മുൻ MP A സമ്പത്ത് എന്ന തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. പക്ഷേ കൂടുതൽ സാധ്യത VK പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവരുന്നതിനാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന് അത്ര താല്പര്യമില്ലെങ്കിലും സംസ്ഥാന നേതൃത്വം ആര്യ രാജേന്ദ്രനെ കൈവിടുന്നില്ല എന്ന സൂചനയാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആര്യ രാജേന്ദ്രന്റെ പേരിന് പ്രഥമ പരിഗണന നൽകുമ്പോൾ അടുത്തതായി പരിഗണന നൽകുന്നത് CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KS സുനിൽകുമാറിന്റെ പേരാണ്. CITയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. മുമ്പ് DYFIയുടെ സംസ്ഥാന ട്രഷററുമായിരുന്നു. ഈ തരത്തിലാണ് ആ ചിന്തകൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത്. കഴക്കൂട്ടത്ത് UDF സ്ഥാനാർത്ഥിയായി 3 പേരുകളുണ്ട്. ഒന്ന്